സേവ് ചെയ്ത് തുടങ്ങണം, 10 രൂപ മാറ്റി വെക്കണം, പറ്റുന്ന തുകയൊക്കെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ജീവിത സാഹചര്യം കൊണ്ടും ഓരോ മാസവും ഉണ്ടാവുന്ന അധിക ചെലവ് കാരണമൊന്നും ഇത് നടക്കാറില്ല. പലപ്പോഴും ശ്രമിക്കുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്തു പോകാനും പലർക്കും ബുദ്ധിമുട്ടുമുണ്ട്. നമുക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളൊരു ഫിനാൻഷ്യൽ പ്ലാനാണ് ഈ വീഡിയോ. 6 സ്റ്റെപ്പുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു പോയാൽ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ പ്ലാൻ സക്സസ് ആക്കിയെടുക്കാൻ സാധിക്കും. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. എന്നാലും ഒരു പരിധി വരെ നമുക്ക് ഈ പ്ലാൻ ഫോളോ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലും ഫിനാൻഷ്യലി അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാനും ഫിനാൻഷ്യൽ പ്ലാൻ സെറ്റ് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കാനും 10 രൂപ മാറ്റിവെക്കാനും സാധിക്കും. എങ്ങനെയെന്ന് വിശദമായി നോക്കാം. ഈ വീഡിയോ അവസാനം വരെ കാണുക. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാവും, അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കും. ആദ്യത്തെ പോയിന്റ് ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ ചിലവ് അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. വലിയ ബുദ്ധിമുട്ടാവും തുടക്ക ദിവസങ്ങളിൽ. അതായത് ഓരോ ദിവസത്തെ ചിലവ് എഴുതി വെക്കുക എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ഡയറിയിൽ ഒരു പേന കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈ കൊണ്ട് എഴുതുക. അത് സാധിക്കുന്നില്ല, അതിനുള്ള സമയമില്ല എന്ന് പറഞ്ഞവരാണെങ്കിൽ ദയവ് ചെയ്ത് ഒരുപാട് എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് നിങ്ങൾ അവയെ ഡൗൺലോഡ് ചെയ്ത് അത് ഫോളോ ചെയ്യുക. പക്ഷേ നിർബന്ധമായും നിങ്ങളുടെ ചിലവ് ഓരോ ദിവസവും എഴുതി വെക്കണം. കാരണം നിങ്ങളത് മടി പിടിച്ചു കഴിഞ്ഞാൽ അത് വീക്ക്ലി ആയിക്കോട്ടെ അല്ലെങ്കിൽ മന്ത്ലി ആയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. കൃത്യമായി എഴുതി വെക്കുക. അത് ആദ്യത്തെ ഒരു മാസം മാത്രം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വരവും നിങ്ങളുടെ ചിലവും എങ്ങോട്ടാണ് പോകുന്നതെന്ന് വളരെ കൃത്യമായി മനസ്സിലാവും. ഇനി ഇപ്പോൾ ഒരു പ്രവാസിയാണ്, ഫാമിലി നാട്ടിലാണെങ്കിൽ അവിടെയും ഈ ശീലം ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു പക്ഷേ അവരോട് പറഞ്ഞത് കൺവേ ചെയ്യാനെങ്കിൽ ആദ്യകാലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അത് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്കും ഒരു ഫിനാൻഷ്യലി അച്ചടക്കം ഉണ്ടാകും. അങ്ങനെ ഓരോ ദിവസവും എഴുതി വെക്കാൻ സാധിച്ചാൽ രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകാം. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്: ഐഡന്റിഫൈ ദ ലൂസ് എക്സ്പെൻസസ്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മുടെ എക്സ്പെൻസിൽ ഒരു വലിയ പങ്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഒരുപക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത പല എക്സ്പെൻസും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഒരു പക്ഷെ അത് എല്ലാ ദിവസവും പുറത്തു നിന്ന് അധികമായിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും, സ്നാക്സ് കഴിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ പല സബ്സ്ക്രിപ്ഷൻസ് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും, പല ആപ്ലിക്കേഷൻസ്. മൂന്നാമത്തെ പോയിന്റ് സേഫ്റ്റി മണി എമർജൻസി ഫണ്ട് എന്നുള്ളതാണ്. പേര് കേൾക്കുന്ന പോലെ തന്നെ സേഫ്റ്റി ആയിട്ട് കുറച്ച് മണി മാറ്റി വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു അത്യാവശ്യം വന്നു, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല, നമ്മൾ എന്താ ചെയ്യും? സ്വാഭാവികമായിട്ടും കടം വാങ്ങും, അല്ലെങ്കിൽ ബ്ലേഡിന് എടുക്കും, അല്ലേ? ആ വാക്ക് തന്നെ ഉപയോഗിക്കാം. ബ്ലേഡിൽ നിന്ന് ക്യാഷ് വാങ്ങും, അല്ലെങ്കിൽ എന്താ ചെയ്യുക? അല്ലെങ്കിൽ ഗോൾഡ് ഉണ്ടാവും, അത് പണയം വെക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും പോകും. അതുകൊണ്ട് ഈ സേഫ്റ്റി മണി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 3 മാസം കണ്ട് നിങ്ങൾ ആ സേഫ്റ്റി മണി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഒരുപാടൊന്നും വേണ്ട. നമ്മുടെ ചിലവ് നമുക്കറിയാമല്ലോ. ഒരു അധിക ചിലവ് ഒരു ഫാമിലിക്ക് വരുന്ന സമയം എപ്പോഴാണ്? ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ, അല്ലെ? ഒരു ഹോസ്പിറ്റലൈസേഷൻ വീട്ടിൽ ആർക്കെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അടിയന്തരമായ ഒരു എമർജൻസി വന്നാൽ, ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എമർജൻസി മണി എന്നൊരു കാര്യമുണ്ട്. അത് ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ പല ചോദ്യങ്ങളും വരും: എന്തിനാണ് പുതിയ ബാങ്ക് അക്കൗണ്ട്, ഈ ബാങ്കിൽ പോരെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നിർബന്ധമായിട്ടും മറ്റൊരു അക്കൗണ്ട് തന്നെ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ള അക്കൗണ്ടിൽ സൂക്ഷിച്ചു വെച്ചാൽ ആ ക്യാഷ് നമ്മൾ അറിയാത്ത പല കാര്യങ്ങൾക്കായി ചിലവഴിക്കും. അതുകൊണ്ടാണ് എമർജൻസി മണിക്ക് വേണ്ടി ഒരു പ്രത്യേക അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്യുക, അതിലേക്ക് ഈ എമർജൻസി മണി സൂക്ഷിച്ചു വെക്കുക. നാലാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒട്ടുമിക്ക ആളുകൾക്കും ഇത് വലിയ പ്രശ്നമായി ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഹോം ലോൺ, കാർ ലോൺ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ലോണുകളിലും പെട്ട് ജീവിക്കുന്ന പല ആളുകളുണ്ട്. ഈ ലോണിൽ തന്നെ വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. ക്രെഡിറ്റ് കാർഡിൻ്റെ പുറത്ത് ജീവിച്ചിട്ട് ക്രെഡിറ്റ് കാർഡ് കാരണം ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. 5 ലക്ഷം രൂപ വരെ മാസ വരുമാനമുള്ള ആളുകളെ എനിക്കറിയാം. അവർക്ക് 4 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് കാർഡും ലോണും ഒക്കെയാണ്. പിന്നെയുള്ള 1 ലക്ഷം രൂപയാണ് അവർ ജീവിക്കുക. അപ്പോഴും 20-ാം തീയതി ആകുമ്പോൾ അതും തീരാറാവും. പിന്നെ മറ്റിടത്തുനിന്ന് കടം വാങ്ങിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ വരുമാനം എത്രയുണ്ട് എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മളത് എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എങ്ങനെ അത് ഡിവൈഡ് ചെയ്യുന്നു, എങ്ങനെ അത് അച്ചടക്കത്തോടെ ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ലോൺ തന്നെ നമുക്ക് 2ആയി ഡിവൈഡ് ചെയ്യാം. ഒന്നിനെ നമുക്ക് ബാഡ് ലോൺ എന്നും മറ്റിനെ ഗുഡ് ലോൺ എന്നും വിളിക്കും. അത് ഗുഡ് ലോൺസ് എന്തൊക്കെയാവും? എഡ്യൂക്കേഷൻ ലോൺ. നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി നമ്മൾ ലോൺ എടുക്കുന്നു. അത് ഫ്യൂച്ചറിലേക്ക് അവർക്ക് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതിനെ ഒരു ഗുഡ് ലോൺ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഹോം ലോൺ, ആദ്യത്തെ ഒരു വീടാണ്, അത് നിങ്ങൾ വീട് വെച്ചേ പറ്റൂ, വീട് മസ്റ്റാണ്, എനിക്ക് മറ്റൊരു ഓപ്ഷൻസ് ഒന്നുമില്ല എന്ന് ചിന്തിച്ച് വീട് വെക്കുന്നു, അതിൽ കുറച്ച് ലോൺ എടുക്കുന്നു, അതൊരു തെറ്റല്ല, അതിന് നമുക്ക് ഗുഡ് ലോൺ എന്ന് വിളിക്കാം. പക്ഷെ രണ്ടാമത് വീണ്ടും ഒരു വീട് വെക്കുന്നു, അതും ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങളത് ബാഡ് ലോൺ ആയിട്ട് കണക്കാക്കേണ്ടി വരും. കാരണം ഒരു ഓൾറെഡി നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ് വീട് വെക്കുക, അല്ലെ? നമുക്ക് താമസിക്കാൻ സന്തോഷകരമായ സുഖകരമായ ഒരു ജീവിതം മുമ്പോട്ട് നയിക്കാൻ വേണ്ടിയാണ് വീട്. ആ വീട്, ആദ്യത്തെ വീട് വെച്ചു, അപ്പോൾ അതൊരു
ഗുഡ് ലോൺ ആണ്. പക്ഷേ വീണ്ടും ഇതേ റിപ്പീറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അത് ബാഡ് ലോൺ ആണ്. കാരണം വീട് എന്ന കാര്യം ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് വീട് വീണ്ടും വീണ്ടും കടമെടുത്ത് അല്ലെങ്കിൽ ലോൺ എടുത്ത് വെക്കുന്നത് ഒരു വലിയ മണ്ടത്തരമാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ലോണും ആദ്യത്തെ ഹോം ലോണും ഫസ്റ്റ് ഹൗസിൻ്റെ ഹോം ലോണും ഒരു ഗുഡ് ലോണായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി ബാഡ് ലോൺസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്താൻ പറ്റുക? തീർച്ചയായിട്ടും കാർ ഒരു ബാഡ് ലോൺ ആണ്. കാർ എടുക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ ലോൺ എടുത്തിട്ടാണ് നിങ്ങൾ കാർ വാങ്ങുന്നത് ബാഡ് ലോൺ ആണ്. അതേപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ലോൺ എടുക്കാറുണ്ട് പലരും, അതൊരു ബാഡ് ലോൺ ആണ്. മൊബൈൽ ഫോൺ എന്ന പലരും ഓരോ മാസം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും ലോണിലുമൊക്കെയാണ് എടുക്കുന്നത്, അതും ഒരു ബാഡ് ലോൺ തന്നെയാണ്. മൂന്നാമത്തെ കാര്യം ട്രാവൽ ലോൺ. ഇന്നൊരു സമൂഹത്തിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അതും വലിയൊരു ബാഡ് ലോണായിട്ട് കണക്കാക്കാം. അപ്പോൾ ആദ്യം ഗുഡ് ലോണും ബാഡ് ലോണും നിങ്ങൾക്ക് ഏതാണ് ലോൺ ഉള്ളതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഈ ബാഡ് ലോൺസ് കൃത്യമായിട്ട് അത് തീർക്കാനുള്ള ശ്രമം നടത്തുക. ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവേണ്ടത് ഇത് ഗുഡാണോ ബാഡാണോ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാഡ് ലോൺസ് ഓരോന്നോരോന്നായിട്ട് എത്രയും വേഗം തീർക്കാനുള്ള ശ്രമം നടത്തുക. എനിക്കറിയാവുന്ന ഒരുപാട് ആളുകൾ ഈ സ്റ്റെപ്പ് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, സമയം എടുക്കുമായിരിക്കും, പക്ഷേ എങ്ങനെയെങ്കിലും ഒക്കെ തീർത്തേ പറ്റൂ. ഈ ഒരു സ്റ്റെപ്പ് തീർക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ നമ്മുടെ ചിലവുകൾ മനസ്സിലാക്കി എഴുതി വെച്ചു, അത് മനസ്സിലാക്കി അതിൽ നിന്നും എവിടെയാണ് നമ്മുടെ ചിലവുകൾ ലൂസായിട്ട് എക്സ്പെൻസ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് നമ്മൾ ഓരോ മാസവും അത് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നു. ഇനിയും മൂന്നാമത്തെ കാര്യം, ഒരു എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി മണി നമ്മൾ പ്രിപ്പയർ ചെയ്തു, അത് മാറ്റിവെച്ചു, ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, അതിലേക്ക് മാറ്റിവെച്ചു. നാലാമത്തെ പോയിന്റിലേക്ക് നോക്കുമ്പോൾ ലോൺ നമുക്കുണ്ട് എന്തായാലും. അപ്പോൾ ആ ലോണിൽ ഗുഡ് ലോൺ ഉണ്ട്, അതൊക്കെ അത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നു. ബാഡ് ലോൺസ് എത്രയും വേഗം ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് ഇൻഫ്ലേഷനെ ബാധിക്കുന്നുണ്ട്, അത് ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ ആ ബാഡ് ലോൺ അത് തീർത്തേ പറ്റൂ, അല്ലെങ്കിൽ വലിയ പ്രശ്നം നമ്മുടെ ഭാവിയിലും ഉണ്ടാകും. അപ്പോൾ ഗുഡ് ലോൺസ് അത് അങ്ങനെ തന്നെ പൊക്കോട്ട്. അതിനുശേഷം നമ്മൾ ബാഡ് ലോൺ ക്ലോസ് ചെയ്യുന്നു. ഇനിയും അഞ്ചാമത്തെ സ്റ്റെപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. നമുക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് നമുക്ക് ഒരു മാസം എത്ര രൂപ മാറ്റിവെക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പലർക്കും ചിലപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും, ചിലർക്ക് വലിയൊരു എമൗണ്ട് ആയി കാണും. അപ്പോൾ പലർക്കും പല രീതിയിലുള്ള ഒരു എമൗണ്ട് ഇപ്പം കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. അത് ചിലവാക്കാതെ അത് കൃത്യമായിട്ട് ഇനി എന്ത് ചെയ്യണം, ആ കിട്ടിയ രൂപ വളരെ സന്തോഷമായിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് സേവ് ചെയ്തെങ്കിലും തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ മാസവും ഒരു എമൗണ്ട് കൈ കിട്ടി, ഇനി ഇതെവിടെ എന്ത് ചെയ്യണം, ഇത് ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ് ചെയ്യാം. ലോങ് ടൈമിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ അതിൽ ട്രേഡിങ്ങൊക്കെ പോകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്, പേപ്പർ വർക്കുകൾ ആവശ്യമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കടമ്പകൾ കടന്ന് നിങ്ങളൊരു മികച്ച ട്രേഡർ ആയാൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതോടെ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, ഡിജിറ്റൽ ഗോൾഡ് വാങ്ങി വെക്കാൻ സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് പ്രവാസിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസവും ഈ പറഞ്ഞ തുക, ഓരോ മാസവും നിങ്ങൾക്ക് എത്ര ചെറിയ എമൗണ്ട് ആയാലും ആ തുക ഓരോ മാസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൃത്യമായിട്ട് അക്കൗണ്ടിൽ നിന്ന് കൃത്യമായിട്ട് ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഓരോ മാസവും പോകുന്നു. അതിനെ നമുക്ക് SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് വിളിക്കാം. ഒരു 10,000 രൂപ വെച്ചെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, കുറേ ലോങ് ടൈമിലേക്കാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ, ഒരു ലോങ് ടൈം പീരീഡ് കൊണ്ട് 1 കോടി രൂപയിലേക്ക് എത്താൻ മ്യൂച്വൽ ഫണ്ട് വഴി സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ വലിയ എമൗണ്ട് ആണെങ്കിൽ കുറച്ചുകൂടി ചെറിയ പീരീഡ് കൊണ്ട് എത്താൻ സാധിക്കും. ഓരോരുത്തരെയും കോടീശ്വരനാക്കുക എന്നുള്ള ചിന്ത എത്ര മനോഹരമാണല്ലേ. കേൾക്കുമ്പോൾ കോടികളിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്കും സാധിക്കുമോ എന്നുള്ളൊക്കെ ചിന്ത വരാം. പക്ഷേ ഞാൻ പറയുന്നു, ഒരു 3,000, 4,000, 5,000 രൂപയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഓരോ വർഷവും അത് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ച് നമുക്ക് ഒരു ലോങ് ടൈം പീരീഡ് കൊണ്ട് നമുക്ക് കയ്യിൽ സുരക്ഷിതമായിട്ട് നമുക്ക് നാട്ടിലെത്തി ജീവിക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ ഈ പ്രവാസിയായത് എന്തിനാണ്? ബുദ്ധിമുട്ട് കാരണം പ്രവാസി ജീവിതമൊക്കെ ആരംഭിച്ചു അല്ലേ. വീട് വെക്കാൻ വന്നു, അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിപ്പിക്കാൻ വന്നു, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ. പക്ഷേ പ്രവാസിയായി വന്നു എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും പ്രവാസ ജീവിതം നയിക്കണമെന്നൊന്നുമില്ലല്ലോ. അപ്പം ആ ജീവിതം എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്ത് നാട്ടിലെത്തേണ്ടതെന്നൊരു തീരുമാനം ശരിക്കും ഓരോ പ്രവാസിയും നല്ലൊരു ജോലി കിട്ടുമെന്ന് തന്നെ ആരംഭിച്ചാൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിച്ചാൽ, അവർക്ക് കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു 10-15 വർഷം കണ്ട് ഒരു നല്ല എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഗെയിൻ ചെയ്തതിന് ശേഷം അവർക്ക് നാട്ടിലെത്തി സുഖകരമായി ജീവിക്കാൻ പറ്റും. ഈ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് കൊണ്ട് തന്നെ നമുക്കൊരു പെൻഷൻ പോലെ ഓരോ മാസവും ഒരു വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങളൊരു 25,000 റുപ്പീസിൻ്റെ SIP സ്റ്റാർട്ട് ചെയ്തു. അത് ഒരു 15 കൊല്ലം 16 കൊല്ലം കൊണ്ടൊക്കെ ഒരു വലിയ തുകയാവും. ഞാൻ ഈ പറഞ്ഞ കോടികളിലേക്ക് എത്തിക്കാൻ സാധിക്കും. അങ്ങനെ എത്തിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ അതങ്ങനെ എത്തിയിരിക്കും, 100% ഉറപ്പാണ്. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ
ആ തുക ഇപ്പോൾ 1 കോടിക്ക് മുകളിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മാസം 1 ലക്ഷം രൂപ വെച്ച് നിങ്ങളുടെ ജീവിത അവസാനം വരെ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് പോലും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന രീതിയിൽ ഓരോ മാസവും 1 ലക്ഷം രൂപ വീതം നമുക്കൊരു റിട്ടയർമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സാലറി പോലെ ഒരു പെൻഷൻ പോലെ നമുക്ക് ഈ സ്വരൂപിച്ച നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ തിരിച്ചെടുക്കാൻ സാധിക്കും. അത് നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത്ര മനോഹരമായ ഒരു ജീവിതത്തെ ഫിനാൻഷ്യലി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഗൾഫിൽ വന്നു, കുറേ വീട് വെച്ചു, കാറ് വാങ്ങിച്ചു, നമ്മൾ സമ്പന്നനാണ്, നാട്ടുകാരെ കാണിച്ചു, ആ ഒരു മൈൻഡ് സെറ്റ് ആവരുത്. മറിച്ച് നമ്മൾ വന്നത് എന്തിനാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. ആ ഗോള് കഴിഞ്ഞു. ഓക്കെ, ഞാനിപ്പോൾ ഒരു വീട് വെക്കാൻ വന്നു, എനിക്ക് വീട്ടിലിറങ്ങി ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വീട് വെച്ചു, എൻ്റെ ബാധ്യതയൊക്കെ തീർന്നു. അപ്പോൾ പിന്നെയും യാതൊരു ഗോളില്ല ജീവിക്കുന്നതിന് പകരം എനിക്ക് ഇത്ര വർഷം കഴിയുമ്പോൾ നാട്ടിൽ പോകണം, എനിക്ക് ഇത്ര വർഷം കഴിയുമ്പോൾ എനിക്ക് ഇത്ര രൂപ ഓരോ മാസവും വരുമാനം വേണം, ആ വരുമാനം കൊണ്ട് ഞാൻ സുഖകരമായിട്ട് നാട്ടിൽ ജീവിക്കും എന്നൊരു തീരുമാനം എടുത്തു നോക്കൂ. അങ്ങനെ ജീവിക്കൂ. ആ ഒരു ഗോളിന് വേണ്ടി ജീവിച്ചു നോക്കൂ. എന്തൊരു സന്തോഷമായിരിക്കും, എന്തൊരു സുഖകരമായ ജീവിതമായിരിക്കും. അപ്പോൾ ആ ഗോൾ നടപ്പാക്കാൻ ഈസിയല്ല, ഈ പറയുന്ന പോലെ ഈസിയല്ല. അപ്പോൾ അതിന് സമയമെടുക്കും. അതിന് മനസ്സാണ് ഏറ്റവും വലുത്. എനിക്കത് ചെയ്യാൻ സാധിക്കുമെന്നും ആ ഒരു ഗോളിലേക്ക് എനിക്ക് എത്തിക്കണമെങ്കിൽ ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്താൻ സാധിക്കും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും പറയും, നിങ്ങൾക്കിത് പറഞ്ഞാൽ മതി, ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയും. ചെയ്തിട്ടുണ്ട്. ഞാൻ കുറഞ്ഞതൊരു 1000 പേരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തമ ബോധത്തിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന നെഗറ്റീവ് ചിന്താഗതി കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് മാത്രമല്ല, ഒരു കാര്യങ്ങളും ജീവിതത്തിൽ സക്സസ് ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. നെഗറ്റീവ് പറഞ്ഞ് മുമ്പോട്ട് പോകാനേ പറ്റും. പക്ഷേ പോസിറ്റീവായിട്ട് എനിക്കിത് കഴിയും എന്ന് പറയുന്ന ആളുകളും ഒരുപാടുണ്ട് സുഹൃത്തുക്കളെ. അങ്ങനെയുള്ളവർ ജീവിതത്തിൽ വിജയിക്കും. അത് സേവിങ്ങിനോ ഇൻവെസ്റ്റ്മെൻറ്റോ മാത്രമല്ല, ഏതൊരു കാര്യങ്ങൾക്കും ആ പോസിറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് വിജയിക്കാൻ സാധിച്ചിരിക്കും. പക്ഷേ നെഗറ്റീവ് പറഞ്ഞവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ആവും. നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ ജീവിതത്തിൽ ഒന്നും ആവില്ല. മറ്റു പലരും മുന്നേറുമ്പോൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ അവരെ കൊണ്ട് സാധിക്കും. അങ്ങനെ ഓരോ മാസവും നമ്മൾ കൃത്യമായിട്ട് അത് മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ നിങ്ങൾക്ക് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നും. പക്ഷേ വളരെ മസ്റ്റാണ്. ഒന്ന്, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവണം. ഇപ്പം തന്നെ കേൾക്കുമ്പോൾ പലരും ആയിരിക്കും ഹെൽത്ത് ഇൻഷുറൻസോ അതൊക്കെ എന്തിനാണ് എന്ന് ചിന്തിക്കും. സുഹൃത്തുക്കൾ, ഞാൻ പറയാം. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് തുടങ്ങി, നിങ്ങളൊരു 3-4 വർഷമായി നിങ്ങളുടെ പതിയെ നിങ്ങൾ വലിയൊരു ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വിചാരിച്ചോ. ആ സമയത്ത് നിങ്ങൾക്കോ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കോ ഒരു ഹോസ്പിറ്റലൈസേഷൻ സംഭവിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 2 ലക്ഷമോ 3 ലക്ഷം രൂപയ്ക്ക് ബില്ല് വന്നു പോയാൽ നമ്മളപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ സേഫ്റ്റി മണി ഇല്ല, എമർജൻസി ഫണ്ടും ഇല്ല. അപ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് എടുപ്പ് പിടിക്കും അല്ലേ? അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യും. SIP ആണെങ്കിൽ അത് സ്റ്റോപ്പ് ആവുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അത് സ്റ്റോപ്പ് ആവുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് നിർബന്ധമായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു 30 to 35 ഇയറൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ അവർക്കും ഫാമിലിക്കും ഒക്കെ തന്നെ ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഒരു 15,000 റുപ്പീസിനൊക്കെ കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ക്യാഷ് ഇല്ല, എനിക്കൊരു വർഷം ഇത്രയും ക്യാഷ് ഞാൻ മാറ്റി വെക്കണോ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരു 3 ലക്ഷം രൂപയുടെ 4 ലക്ഷം രൂപയുടെ ബില്ല് നിങ്ങൾക്ക് വന്നു പോയാൽ അത് ആകെപ്പാടെ പ്രശ്നമാകും. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാവണം. വളരെ വളരെ മസ്റ്റാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ടേം ഇൻഷുറൻസ് ആണ്. ടൈം ഇൻഷുറൻസ് ഒരു പുതിയ വാക്കായിരിക്കും പലർക്കും. പക്ഷേ ലൈഫ് ഇൻഷുറൻസിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. ലൈഫ് ഇൻഷുറൻസിൽ തന്നെയുള്ള ഒരു ഘടകമാണ് ടൈം ഇൻഷുറൻസ്. ടൈം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, നമ്മൾ ഈ ലോകത്തില്ലാതെ വന്നൊരു അവസ്ഥ വന്നാൽ നമ്മുടെ കുടുംബത്തിന് നാളമുള്ള ഭാവി എന്താവും? വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി പിരിക്കേണ്ടി വരുന്നു അല്ലേ? അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും പ്രവാസ ലോകത്ത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മുടെ അഭാവത്തിൽ നമ്മുടെ ഫാമിലിക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ടൈം ഇൻഷുറൻസ് ഉണ്ടാവണം. അപ്പോൾ ടൈം ഇൻഷുറൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തുകയാണ് കിട്ടുക. ലൈക്ക് 1 crore 2 crore അങ്ങനെയുള്ള ടൈം ഇൻഷുറൻസ് ഒക്കെ നിലവിലുണ്ട്. അങ്ങനെയുള്ള എടുക്കുക. അപ്പോൾ നമ്മളില്ലെങ്കിൽ പോലും അവർക്ക് മുമ്പോട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകാൻ സാധിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനം ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും, നിങ്ങളിതൊക്കെ വളരെ ഈസി ആയിട്ട് പറഞ്ഞു വെച്ചാൽ എങ്ങനെ നടക്കും, എനിക്ക് ഇത്ര വരുമാനമുള്ളൂ, എങ്ങനെയൊക്കെ കളിച്ചാലും എനിക്ക് ഓരോ മാസവും മാറ്റിവെക്കാൻ സാധിക്കുന്നില്ലെന്ന്. കൃത്യമായിട്ട് എനിക്കും അറിയാം. കാരണം ഓരോ ദിവസവും ഒരുപാട് ആളുകളുമായി സംസാരിക്കുകയും ഒരുപാട് ആളുകളെ കാണുന്നതുമാണ്. അങ്ങനെയാണ് നിങ്ങളുടെ നിലവിലെ അവസ്ഥയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ നിലവിലെ വരുമാനം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കണം. തിരക്കുകൾക്കിടയിൽ തിരക്കുമായി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും അറിയാം. പക്ഷേ അപ്പോഴും ഒരു ദിവസം ഒരു 10 മിനിറ്റ് സ്വസ്ഥമായിട്ടിരിക്കുക, ഒരു പേന എടുക്കുക, ഒരു പേപ്പർ എടുക്കുക, ഒന്നിരുന്ന് നോക്കുക. അങ്ങനെ ജീവിതത്തിൽ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് എവിടെയാണ് എനിക്ക് പ്രശ്നം, എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഓരോ ദിവസവും ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും എന്തൊക്കെയാണ് പ്രശ്നം. എഴുതി വെക്കുക നമുക്ക് നിലവിലുള്ള അവസ്ഥകൾ. അതിനുശേഷം നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ ഒരു പാർട്ട് ടൈം ജോബ് ആയിരിക്കും, ചിലപ്പോൾ ഒരു ഫ്രീലാൻസ് വർക്ക് ആയിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു വരുമാനം കണ്ടെത്താനുള്ള എന്തെങ്കിലും കോഴ്സുകൾ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയ കോഴ്സ് ഉണ്ടെന്ന് നോക്കുക, അത് പഠിക്കുക. അങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ജോലി മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറാൻ അവസരമുണ്ടെങ്കിൽ മാറുക.
അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ നിലവിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. നമ്മൾ ഒരിടത്ത് എത്തി എന്നുള്ളത് കൊണ്ട് ജീവിതകാലം മൊത്തം അവിടെ ജോലി ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ ഒരു പാഷൻ ഇല്ലാത്തൊരു ജോലിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ ജോലി ചെയ്ത് മുമ്പോട്ട് പോകണമെന്നുമില്ല. അവിടെ നിന്ന് മാറാം, പുതിയൊരു ജോലി കണ്ടെത്താം, പുതിയൊരു മേഖലയിലേക്ക് സഞ്ചരിക്കാം. ഇതൊക്കെ ചെയ്തതിന് ശേഷം പുതിയൊരു ജീവിതം സെറ്റപ്പ് ആക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എളുപ്പമല്ല, വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നേടിയെടുത്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഓരോരോ സ്റ്റെപ്പുകളായിട്ട് നമുക്ക് മുന്നേറാം. തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഈ ഫിനാൻഷ്യൽ പ്ലാൻ നടപ്പാക്കിയാൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അച്ചടക്കമുള്ള ജീവിതം എന്ന് പറയുമ്പോൾ അതിൽ രണ്ടുണ്ട്. ഒന്ന് സ്വഭാവത്തിലുള്ള അച്ചടക്കം, രണ്ട് ഫിനാൻഷ്യലി അച്ചടക്കം. ഈ ഫിനാൻഷ്യലി അച്ചടക്കം ഇല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ പോയിന്റ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ പരാജയപ്പെടും, വീണ്ടും ഒന്നേന്ന് ആരംഭിക്കുക, വീണ്ടും പരാജയപ്പെട്ടോട്ടെ, വീണ്ടും നടന്നു നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ, ഒരു വിരോധവുമില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഇത് വീഡിയോ എത്തിച്ചു കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വരാം. നന്ദി, നമസ്കാരം.